പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിലെ പുതിയൊരു പാർട്ടാണ് ഫീച്ചേഴ്സ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് എക്കണോമീസ്. അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസിലെ ഫീച്ചേഴ്സ്. നമ്മൾ ഡെവലപ്ഡ് എക്കോണമീസ് ഉണ്ട്, ഡെവലപ്പിംഗ് എക്കോണമീസ് ഉണ്ട്, അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് എക്കണോമീസിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളുടെ ഫീച്ചേഴ്സ് എന്താണ്? ഒന്നാമത്തെ, ലോ ലെവൽ ഓഫ് ഇൻകം. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആർ മെയിൻറ്റെയിനിങ് എ വെരി ലോ ലെവൽ ഓഫ് ഇൻകം ഇൻ കമ്പാരിസൺ ടു ദാറ്റ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിനെ അപേക്ഷിച്ച് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ എന്തായിരിക്കും? ലോ ലെവൽ ഓഫ് ഇൻകം ആയിരിക്കും. ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ദിസ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആർ എക്സ്ട്രീംലി ലോ. പെർ ക്യാപിറ്റ ഇൻകം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ ആളോഹരി വരുമാനം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. മാസ് പോവർട്ടി. എക്സൻസ് ഓഫ് ക്രോണിക് മാസ് പോവർട്ടി ഈസ് അനദർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് അണ്ടർ ഡെവലപ്ഡ് എക്കണോമീസ്. അണ്ടർ ഡെവലപ്ഡ് എക്കണോമീസിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്രോണിക് മാസ് പോവർട്ടി എന്നുള്ളത്. ഈ പ്രോബ്ലം അറൈസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണമാണ് ടെമ്പററി ആയിട്ടുള്ള എക്കണോമിക് മാൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, ഓർത്തഡോക്സ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും നാട്ടിൽ നിലനിൽക്കുന്ന രാജ്യത്തുള്ള പഴയ കാലത്തെ ഒരു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ. ആ രീതിയിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന പോവർട്ടിയാണ്. ദ ഡിഗ്രി ഓഫ് പോവർട്ടി ഇൻ ദിസ് എക്കണോമീസ് ഗ്രാജുവലി ഇൻക്രീസ് ഡ്യൂ ടു ഇൻക്രീസ് ഇനിസ് ഓഫ് പോപ്പുലേഷൻ. ഡിഗ്രി ഓഫ് പോവർട്ടി ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ അത് കൂട്ടിക്കൊണ്ടിരിക്കും. ഗ്രോയിങ് ഇനീക്വാലിറ്റി ഇൻ ഇൻകം ആൻഡ് ഇൻക്രീസിങ് പ്രൈസ് ലെവൽ. അതിൻ്റെ കൂടെ തന്നെ ഇനീക്വാലിറ്റി കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻക്രീസിങ് പ്രൈസ് ലെവലും കൂടുന്നുണ്ട്. നിയർലി 76.8% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ആർ ലിവിങ് ഇൻ ദോസ് അണ്ടർ ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. ലോകത്ത് 76% ആളുകൾ അണ്ടർ ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ജീവിക്കുന്നത്. ലാക്ക് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഡെവലപ്പിംഗ് ഓർ അണ്ടർഡെവലപ്ഡ് കൺട്രീസ് ഓഫ് ദ വേൾഡ് ആർ സഫറിങ് ഫ്രം പുവർ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഈ ഡെവലപ്പിങ്ങും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൻ്റെയും പ്രത്യേകത പറഞ്ഞാൽ സഫറിങ് ഫ്രം പുവർ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ്റെ റേറ്റ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ആസ് ദ ലെവൽ ഓഫ് പെർ ക്യാപിറ്റ ഇൻകം ഇൻ ദിസ് കൺട്രി ഈസ് വെരി ലോ, ദസ് ദെയർ വോളിയം ആൻഡ് റേറ്റ് ഓഫ് സേവിങ്സ് ആർ ആൾസോ വെരി പുവർ. പെർ ക്യാപിറ്റ ഇൻകം ഈ രാജ്യത്ത് വളരെ കുറവായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? വോളിയം ആൻഡ് റേറ്റ് ഓഫ് സേവിങ്സും അതിനനുസരിച്ച് കുറയും. അതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ കുറയാനുള്ള കാരണം. ദിസ് ഹാസ് റിസൾട്ടഡ് ലാക്ക് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് വിച്ച് ഈസ് അഗെയിൻ റെസ്പോൺസിബിൾ ഓഫ് ലോ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ദീസ് കൺട്രീസ്. അവിടെ എന്തായിരിക്കും? ലോ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഈ ലാക്ക് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാവുക. Thus, this poor rate of capital formation is one of the major obstacles towards the path of development these underdeveloped countries of the world. ലോകത്തെ അണ്ടർഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും വലിയൊരു തടസ്സമെന്ന് പറയുന്നത് പുവർ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷനാണ്. ഹെവി പോപ്പുലേഷൻ പ്രഷർ. ദ അണ്ടർഡെവലപ്ഡ് കൺട്രീസ് ആർ ആൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ ഹെവി പോപ്പുലേഷൻ പ്രഷർ. ഇവിടെ എന്തായിരിക്കും? ജനസംഖ്യ വളരെയധികം കൂടുതലായിരിക്കും ഈ രാജ്യങ്ങളിലൊക്കെ. ദ നാച്ചുറൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് population in this country is very high due to is prevailing high rate and falling death rate. അവിടുത്തെ നാച്ചുറൽ റേറ്റ് ഓഫ് പോപ്പുലേഷന് very കൂടുതലായിരിക്കും. പ്രിവെയിലിംഗ് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഫാളിംഗ് ഡെത്ത് റേറ്റ്. This excessive population pressure has been creating the problem of low standard of living and reduction in the average size of holding. ഇതെന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. എക്സസീവ് പോപ്പുലേഷൻ പ്രഷർ എന്ത് ചെയ്യും? ക്രിയേറ്റിംഗ് ദ പ്രോബ്ലം ഓഫ് ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതിൻ്റെ കൂടെ തന്നെ റിഡക്ഷൻ ഇൻ ദ ആവറേജ് സൈസ് ഓഫ് ഹോൾഡിംഗ്. ആവറേജ് സൈസ് ഓഫ് ഹോൾഡിംഗ് എന്ത് ചെയ്യും? കുറയും. അഗ്രികൾച്ചർ ബാക്ക്വേർഡ്നെസ്. ദ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആർ ആൾസോ സഫറിങ് ഫ്രം അഗ്രികൾച്ചർ ബാക്ക്വേർഡ്നെസ്. കാർഷികപരമായിട്ടുള്ള ബാക്ക്വേർഡ്നെസ്സും ഈ രാജ്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. Although being the most important sector, agriculture sector in these countries remain totally underdeveloped. ഈ രാജ്യങ്ങളുടെ അഗ്രികൾച്ചർ സെക്ടർ വളരെ അണ്ടർഡെവലപ്ഡ് ആയിരിക്കും. അതിൻ്റെ ഭാഗമായി തന്നെ ബട്ട് വാട്ട് ഈസ് മോർ പെക്യുലർ ഈസ് ദാറ്റ് ദീസ് കൺട്രീസ് ആർ ഡിപ്പെൻഡിങ് ടു മച്ച് ഓൺ ദിസ് അഗ്രികൾച്ചർ സെക്ടർ. പക്ഷേ ഈ രാജ്യങ്ങൾ അഗ്രികൾച്ചർ സെക്ടറിനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ടും അഗ്രികൾച്ചർ ബാക്ക്വേർഡ്നെസ് ആണ് ആ രാജ്യത്തുള്ളത്. അത് ആ രാജ്യത്തെ നല്ല രീതിയിൽ ബാധിക്കും. ഇതിനുള്ള കാരണം എന്താണ്? അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഇൻ ദിസ് കൺട്രി റിമെയിൻ സ്റ്റിൽ വെരി പുവർ ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ്സ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്.
വളരെയധികം കുറവായിരിക്കും അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഈ രാജ്യങ്ങളിൽ. അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം, എക്സസീവ് പോപ്പുലേഷൻ പ്രഷർ ആൻഡ് ലാക്ക് ഓഫ് ആൾട്ടർനേറ്റീവ് ഒക്കുപ്പേഷൻ ഹാവ് റിസൾട്ടഡ് ഇൻ ഹ്യൂജ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഇൻ ദീസ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. രാജ്യത്തുള്ള പോപ്പുലേഷൻ പ്രഷറിൻ്റെയും അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒക്കുപ്പേഷൻ മേഖലകളില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അൺഎംപ്ലോയ്മെൻറ്റും അണ്ടർ എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഈ രാജ്യം വളരെയധികം റിസൾട്ട് ചെയ്യുന്നുണ്ട്. In the absence of growth of alternative occupation both in the secondary and tertiary sector of these countries, this increase in number of population is being thrown lack of out there living from agriculture sector. Alternative occupation sector ആയിട്ടുള്ള സെക്കൻഡറിയും ടേഴ്സറി സെക്ടറിൻ്റെയും ആബ്സെൻസ് എന്ത് ചെയ്യാണ്, അതിൻ്റെ ഗ്രോത്തിൻ്റെ ആബ്സെൻസ് കൊണ്ട് കൂടുതൽ ആളുകൾ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് പോകും. അൺഎക്സ്പ്ലോയിറ്റഡ് നാച്ചുറൽ റിസോഴ്സ്, ഈ രാജ്യങ്ങളുടെ നാച്ചുറൽ റിസോഴ്സ് എന്തായിരിക്കും, അൺഎക്സ്പ്ലോയിറ്റഡ്, ആവശ്യം ഫുള്ളർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ഈസ് യൂട്ടിലൈസേഷൻ ആർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആർ എയ്തർ സഫറിങ് ഫ്രം സ്കേഴ്സിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഓർ ഫ്രം അൺഎക്സ്പ്ലോയിറ്റഡ് നാച്ചുറൽ റിസോഴ്സ് ഓഫ് ഇറ്റ്സ് ഓൺ. അവരുടേതായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ തന്നെ ചെയ്യുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്കേഴ്സിറ്റി ഓഫ് റോ മെറ്റീരിയൽ അവർ വളരെയധികം സഫർ ചെയ്യുന്നു. ഷോർട്ടേജ് ഓഫ് ടെക്നോളജി ആൻഡ് സ്കില്ലും ടെക്നോളജി എന്താണ് വളരെ ഷോർട്ടേജാണ്. ഫേസിങ് ലോ ലെവൽ ഓഫ് ടെക്നോളജി, അക്യുറേറ്റ് ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് മാൻ പവർ, സ്കിൽഡായിട്ടുള്ള മാൻ പവറിൻ്റെ ഷോർട്ടേജ്. Poor technology and lower skills are responsible for inefficient and insufficient production. ഇതെന്ത് ചെയ്യുന്നുണ്ട്, പോർ ടെക്നോളജി ലോവർ സ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഎഫിഷ്യൻറ്റും ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും, പോവർട്ടിയിലേക്ക് ലീഡ് ചെയ്യും. ദ പേസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഇൻ ദിസ് കൺട്രി ഈസ് വെരി സ്ലോ. എക്കണോമിക് ഗ്രോത്ത് എന്താണ് ഈ രാജ്യത്തേത് വളരെ കുറേ ഡ്യൂ ടു അപ്ലിക്കേഷൻ ഓഫ് പുവർ ടെക്നോളജി. അതിന് പ്രധാന കാരണം പുവർ ടെക്നോളജി. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈസ് കോമൺ ഫീച്ചർ ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ കോമൺ ഫീച്ചറാണ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ജനറേഷൻ ആൻഡ് distribution of electricity, credit facility, social overhead. These countries are very much backward than most of the developed countries. പല കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷനിലും കമ്മ്യൂണിക്കേഷനിലും അതുപോലെ ഇലക്ട്രിസിറ്റിയിലും ക്രെഡിറ്റ് ഫെസിലിറ്റിയിലും ഇതിലൊക്കെ എന്തായിരിക്കും, വളരെ ബാക്ക്വേർഡ് ആയിരിക്കും ഡെവലപ്ഡ് കൺട്രീസിനെ അപേക്ഷിച്ച്. ദസ് ഡ്യൂ ടു ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ദ പേസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ദീസ് കൺട്രീസ് ആർ വെരി സ്ലോ. ഈ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ത് ചെയ്യും, എന്തിലേക്ക് ലീഡ് ചെയ്യും, എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഗ്രോത്ത് എന്തെയും വളരെ സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ലാക്ക് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം വളരെ കുറവായിരിക്കും ഉണ്ടാവും. ഓക്കെ, ലാക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ദ പേസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദീസ് കൺട്രീസ് ഈസ് വെരി സ്ലോ ഡ്യൂ ടു ലാക്ക് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, പോസിറ്റി ഇൻ ദ സപ്ലൈ ഓഫ് മെഷീനറി ആൻഡ് ടൂൾസ് ആൻഡ് ആൾസോ ഡ്യൂ ടു ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ് ആൻഡ് എൻ്റർപ്രൈസ് ഓൺ ദ പാർട്ട് ഓഫ് പീപ്പിൾ ഓഫ് ദിസ് കൺട്രി. വളരെയധികം സ്ലോ ആയിട്ടുള്ള ക്യാപിറ്റൽ ഫോർമേഷനാണ് ഉണ്ടാവുക. അതേപോലെ മെഷീനറി സപ്ലൈയും അതേപോലെ ടൂൾസിൻ്റെ ഒക്കെ വളരെ സ്ലോ ആയിരിക്കും. ഇതെന്ത് ഡ്യൂ ടു ലാക്ക് ഓഫ്, അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ് ആൻഡ് എൻ്റർപ്രൈസസ് ഓൺ ദ പാർട്ട് ഓഫ് പീപ്പിൾ ഓഫ് ദിസ് കൺട്രി. രാജ്യത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പുതുതായിട്ടുള്ള ഇനീഷ്യേറ്റീവോ പുതുതായിട്ടുള്ള എൻ്റർപ്രൈസസോ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല. ലാക്ക് ഓഫ് പ്രോപ്പർ മാർക്കറ്റ്. അണ്ടർഡെവലപ്ഡ് കൺട്രീസ് ആർ ആൾസോ സഫറിങ് ഫ്രം ലാക്ക് ഓഫ് പ്രോപ്പർലി ഡെവലപ്ഡ് മാർക്കറ്റ്. അണ്ടർഡെവലപ്ഡ് കൺട്രീസ് സഫർ ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് പ്രോപ്പർലി ഡെവലപ്ഡ് മാർക്കറ്റിൻ്റെ അഭാവം. വാട്ട് എവർ മാർക്കറ്റ് ദീസ് കൺട്രീസ് ഹാവ് ഡെവലപ്ഡ് ദീസ് ആർ സഫറിങ് ഫ്രം നമ്പർ ഓഫ് ലിമിറ്റേഷൻ. ഒരു വലിയൊരു ലിമിറ്റേഷൻ. ലാക്ക് ഓഫ് മാർക്കറ്റ് ഇൻഫർമേഷൻ, ലാക്ക് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ, ലാക്ക് ഓഫ് പ്രോപ്പർ റിലേഷൻ ഓർ കണക്ഷൻ ബിറ്റ്വീൻ മാർക്കറ്റ്, ലാക്ക് ഓഫ് ആഡിക്കേറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഇൻഫർമേഷൻ വളരെയധികം ലഭ്യമല്ലായിരിക്കും, ലാക്ക് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ലാക്ക് ഓഫ് പ്രോപ്പർ റിലേഷൻ, പ്രോപ്പറായിട്ട് റിലേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടാവില്ല ബിറ്റ്വീൻ മാർക്കറ്റുകൾ തമ്മിൽ, ലാക്ക് ഓഫ് ആഡിക്കേറ്റ് ഡിമാൻഡ്. മാസ് ഇലിറ്ററസി. അണ്ടർഡെവലപ്ഡ് കൺട്രീസ് ആർ മോസ്റ്റ്ലി ക്യാരക്ടറൈസ്ഡ് ബൈ എക്സൻസ് ഓഫ് മാസ് ഇലിറ്ററസി. ഈ അണ്ടർഡെവലപ്ഡ് കൺട്രീസിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാണ് മാസ് ഇലിറ്ററസി. ഡ്യൂ ടു ഇലിറ്ററസി ദ പീപ്പിൾ ഇൻ ദിസ് കൺട്രീസ് ആർ വെരി മച്ച് superstitious and conservatives, which is again responsible for lack of initiative and enterprise on the part of people of these countries. ഈ ലിറ്ററസിയുടെ ഭാഗമായിട്ട് ആളുകൾ എന്തായിരിക്കും
ഇന്നോവേറ്റീവ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് പുതുതായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവോ പുതുതായിട്ടൊരു എൻ്റർപ്രൈസ് തുടങ്ങുകയോ ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പുവർ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, അവിടുത്തെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ എന്തായിരിക്കും? വളരെയധികം പുവറായിരിക്കും. ദ പാത്ത് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ദീസ് കൺട്രീസ് ഈസ് ബീയിങ് ഒബ്സ്ട്രക്റ്റഡ് ബൈ വേരിയസ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ലൈക്ക് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, യൂണിവേഴ്സൽ മാരേജ്, കോസ്റ്റ്ലി സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഇവിടെ നിലനിൽക്കുന്ന സോഷ്യൽ സിസ്റ്റം വളരെയധികം വെരി ലോ സ്റ്റാൻഡേർഡിലായിരിക്കും. അങ്ങനെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, യൂണിവേഴ്സൽ മാരേജ്, കോസ്റ്റ്ലി സോഷ്യൽ കസ്റ്റംസ്, ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇനെഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്. ഈ രാജ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്തായിരിക്കും? വളരെയധികം ഇനെഫിഷ്യൻ്റ് ആയിരിക്കും. ഇത് ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെയധികം എഫക്റ്റ് ചെയ്യും. ഇൻ ദ ആബ്സെൻസ് ഓഫ് സഫിഷ്യൻ്റ് ആൻഡ് സൗണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്, ദീസ് കൺട്രീസ് ആർ സഫറിങ് ഫ്രം ലാക്ക് ഓഫ് പ്രോപ്പർ എക്കണോമിക് ഓർഗനൈസേഷൻ. ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു എക്കണോമിക് ഓർഗനൈസേഷൻ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതെന്ത് ചെയ്യും? ഇത് ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ വളരെയധികം ബാധിക്കും. അതെന്ത് ചെയ്യും? ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് കാരണമാണ്, ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ലീഡിങ്ങിന് കാരണമാണ്, ടു ടോട്ടൽ മിസ് മാനേജ്മെൻറ്റ് ഓഫ് ദിസ് എക്കോണമി. അതെന്ത് ചെയ്യും? ടോട്ടൽ മിസ് മാനേജ്മെൻറ്റിലേക്ക് നയിക്കേണ്ടത്. ഇത്രയാണ് ഈ അണ്ടർ ഡെവലപ്ഡ് എക്കണോമീസിൻ്റെ ഫീച്ചേഴ്സ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.